നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ പൈതൃക പദ്ധതി നടപ്പിലാക്കിയ ആലപ്പുഴ നഗരത്തിലെ ഒരു പൈതൃക കെട്ടിടം കൂടി വിസ്മൃതിയിലേക്ക്. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ് പൊളിച്ചു നീക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായി താൽക്കാലിക ബോട്ട് ജെട്ടി പ്രവർത്തനം തുടങ്ങിയെങ്കിലും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. വ്യാവസായിക കേന്ദ്രമായിരുന്ന ആലപ്പുഴ പട്ടണത്തിന്റെ ചരിത്രത്തോളം പഴമയുള്ള പൈതൃക കെട്ടിടങ്ങളിലൊന്നാണ് പൊളിച്ചുമാറ്റപ്പെടുന്ന ബോട്ട് ജെട്ടി. മൊബൈലിറ്റി ഹബ്ബ് പദ്ധതിയിൽപ്പെടുത്തി ആലപ്പുഴ ജില്ലാ കോടതി പാലം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ബോട്ട് ജെട്ടി പൂർണ്ണമായും പൊളിച്ചു നീക്കുന്നത്. 1940-ൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ രൂപകൽപ്പന ചെയ്ത ബോട്ട് ജെട്ടി തിരുവിതാംകൂർ സർക്കാരാണ് നിർമ്മിച്ചത്. വിവിധ ജില്ലകളിലേക്കും കുട്ടനാടൻ പ്രദേശങ്ങളിലേക്കും ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പലതവണ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിലും കെട്ടിടം പൊളിച്ചു മാറ്റാതെയാണ് ഇതെല്ലാം പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ഈ പൈതൃക കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ ബോട്ട് ജെട്ടി നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ആലപ്പുഴയുടെ ഒരു പൈതൃകം കൂടി വിസ്മൃതിയിലേക്ക് പോവുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ പരമ്പരാഗതമായി ഇവിടെ നിലനിന്നിരുന്ന ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ്. ബോട്ട് ജെട്ടിയെക്കുറിച്ച് പറയുമ്പോൾ 1940 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ നോട്ടത്തിൽ അന്നത്തെ തിരുവിതാംകൂർ സർക്കാരാണ് ആലപ്പുഴ ബോട്ട് ജെട്ടി നിർമ്മിച്ചത്. ആലപ്പുഴ എന്ന് പറയുമ്പം അക്കാലത്തെ ഏറ്റവും വലിയ, ബോംബെ കഴിഞ്ഞാൽ അറേബ്യൻ തീരത്തെ ഏറ്റവും വലിയ തുറമുഖ വ്യാപാര വ്യവസായ പട്ടണമായിരുന്നു ആലപ്പുഴ. അപ്പോൾ അന്ന് ആളുകൾക്ക് ആലപ്പുഴയിൽ വരാനുള്ള ഏക മാർഗം ജലമാർഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 200ഓളം ബോട്ടുകൾ, കമ്പനി വള്ളങ്ങൾക്ക് പുറമെ 200ഓളം ബോട്ടുകൾ ആലപ്പുഴയിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നു. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഒരു പഴയ പൈതൃകമാണ്. ഏറ്റവും നല്ല പൈതൃകമായി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു അത്. എത്രയൊക്കെ നമ്മൾ പുതുക്കിപ്പെടുന്നാലും ശരി, ആ പഴമ നിലനിർത്താൻ നമുക്ക് കഴിയില്ല. ഇത് വിട്ടുപോയി എന്ന് തന്നെ കണക്കാക്കാം. ദിവസവും 2000ഓളം പേർ ആലപ്പുഴ ബോട്ട് ജെട്ടി വഴി നഗരത്തിലേക്ക് എത്തുകയും തിരിച്ചു പോവുകയും ചെയ്യാറുണ്ട്. ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ജീവനക്കാർക്കും യാത്രക്കാർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. നിർമ്മാണം പൂർത്തിയാക്കി പഴയ സ്ഥലത്തേക്ക് ബോട്ട് ജെട്ടി മാറ്റുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ പഴയ കെട്ടിടത്തിന്റെ മാതൃകയാവില്ല പുതിയ നിർമ്മാണം. ഹബ്ബിന്റെ നിർമ്മാണ പ്രവർത്തനത്തോടനുബന്ധിച്ച് താൽക്കാലികമായിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിന് ജെട്ടി അവിടെ നിന്നും ഈ ആലപ്പുഴ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ പമ്പിൻ്റെ അടുക്കലിട്ട് തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ജെട്ടി തിരികെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സ്റ്റേഷൻ ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ അകത്തെല്ലാം പരിമിതികളുണ്ട്. എന്നിരുന്നാലും കുടിവെള്ളവും വൈദ്യുതിയൊക്കെ ഉണ്ട്. പിന്നെ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കുറവാണ്. ഇഴഞ്ഞു നീങ്ങുന്ന മൊബൈലിറ്റി ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായ നവീകരണം പൂർത്തിയാക്കാൻ എത്ര വർഷമെടുക്കുമെന്ന കാര്യത്തിൽ ആർക്കും കൃത്യമായ മറുപടിയില്ല. നഗരത്തിന്റെ ചരിത്രം എക്കാലവും ഓർമ്മിക്കപ്പെടാൻ പൈതൃക പദ്ധതി നടപ്പാക്കിയ പട്ടണത്തിൽ ഒരു പൈതൃക സ്മാരകം കൂടി ഇല്ലാതാവുകയാണ്. നഗരത്തിലെ ഗതാഗത വികസനത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബോട്ട് ജെട്ടി പൊളിച്ചു മാറ്റുന്നത്. ആലപ്പുഴയുടെ ജലഗതാഗത ചരിത്രത്തിന്റെ ഒരു മുഖമാണ് ഇതോടെ നഷ്ടമാകുന്നത്. ആലപ്പുഴയിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വിജീഷ് കുമാർ.